വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. B.Ed കോഴ്സ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട 3 കോഴ്സുകളുടെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായി വിട്ടു പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഉറപ്പെടുത്താം. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ, അതായത് ഡിഗ്രി ആണെങ്കിലും അതായത് +2 ശേഷമുള്ള വിദ്യാർത്ഥികൾ, ഡിഗ്രിക്ക് ശേഷമുള്ള വിദ്യാർത്ഥികൾ പല കോഴ്സുകൾക്കും അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയമാണ്. പലപ്പോഴും അതായത് +2 വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം പരീക്ഷ എഴുതുകയാണ്. അതിനുശേഷം +2 വിദ്യാർത്ഥികൾ വിവിധ കോഴ്സുകളോട് പോകേണ്ട സമയമാണ്. കൂടാതെ ഡിഗ്രി സംബന്ധിച്ച് ഡിഗ്രി വിദ്യാർത്ഥികൾ, അങ്ങനെ ഓരോ കോഴ്സുകളും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇനി തുടർ പഠനം ഏത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംശയ ടൈമിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ കരിയറിൻ്റെ ഭാഗത്തു നിന്ന് വിദ്യാർത്ഥികൾക്ക് എല്ലാ കോഴ്സുകളുമായി ബന്ധപ്പെട്ടുള്ള ഓരോ അപ്ഡേറ്റ്സുകളും വളരെ കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ കഴിഞ്ഞ വർഷങ്ങൾ അപ്ഡേറ്റ് ചെയ്തതുപോലെ തന്നെ ഈ വർഷവും കൃത്യമായിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ആമുഖമായിട്ട് ആ ഒരു കാര്യം ഉണർത്തുകയാണ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞത് പ്രധാനപ്പെട്ട 3 കോഴ്സുകൾ, അതായത് 3 കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ, അതുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സാണ് പറയുന്നത്. അതിലൊന്നാമത്തെ കാര്യം B.Ed കോഴ്സാണ്. അപ്പോൾ നിലവിൽ B.Ed കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് B.Ed കോഴ്സ്. ഈ ഒരു B.Ed കോഴ്സുമായി ബന്ധപ്പെട്ട് അതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്, നിലവിൽ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളുണ്ട്, അതേപോലെ തന്നെ PG കഴിഞ്ഞ വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിൽ വിദ്യാർത്ഥികളൊക്കെ B.Ed കോഴ്സിന് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ആമുഖമായിട്ട് പറയാനുള്ളത്, B.Ed കോഴ്സ് ഡിഗ്രി കഴിഞ്ഞവർ അല്ലെങ്കിൽ PG കഴിഞ്ഞ വിദ്യാർത്ഥികളാണ്. അത്തരത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം B.Ed കോഴ്സിൻ്റെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ മെയ് ലാസ്റ്റ് വീക്കോടുകൂടിയാണ് വരിക. അപ്പോൾ കേരളത്തിൽ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ കാലിക്കറ്റ്, MG, കേരള, കണ്ണൂർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഈ 4 യൂണിവേഴ്സിറ്റികളാണ് B.Ed കോഴ്സ് ജനറലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മറ്റു വിദ്യാർത്ഥികളുടെ സംശയമാണ് 1 ഇയർ ആകുമോ 2 ഇയർ ആകുമോ എന്നുള്ളത്. ഇപ്പോൾ നേരത്തെ പല വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൾഡ് 1 ഇയർ എന്നുള്ള സിസ്റ്റം PG കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്. നേരെ മറിച്ച് ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 2 വർഷത്തെ B.Ed തന്നെയാണ്. അതിൽ യാതൊരു മാറ്റവും ഇതൊരു അപ്ഡേറ്റ് വന്നിട്ടില്ല. ഇനി അതോടൊപ്പം തന്നെ 1 ഇയർ ആണോ അല്ലെങ്കിൽ 2 ഇയർ ആണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഫൈനൽ നോട്ടിഫിക്കേഷൻ ഈ അക്കാഡമിക് ഇയർ വന്നിട്ടില്ല. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അത്തരത്തിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ NCTയുടെ ഭാഗത്തു നിന്ന് യൂണിവേഴ്സിറ്റിക്കും കോളേജിനും പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻ വരും. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം 1 ഇയർ ആണെങ്കിലും 2 ഇയർ ആണെങ്കിലും നിങ്ങൾ ഈ അക്കാഡമിക് ഇയർ തന്നെ നിങ്ങൾ B.Ed കോഴ്സിന് അഡ്മിഷൻ അപ്ലൈ ചെയ്ത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തണം. കാരണം എത്രത്തോളം നിങ്ങൾ ലേറ്റ് ആകുന്നു അതിനനുസരിച്ച് B.Ed കോഴ്സിൻ്റെ പേയ്മെൻറ്റ് കൂടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ 1 ഇയർ ആണെങ്കിലും 2 ഇയർ ആണെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ കോഴ്സ് നിങ്ങൾ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തണം. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ നിലവിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ മെയ് ലാസ്റ്റ് വീക്കോടെ വിളിക്കാം. ഇനി അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോയിൽ വളരെ പ്രധാനമായിട്ടും ഞാൻ അറിയിക്കുന്ന കാര്യം, നേരത്തെ ചെയ്തൊരു വീഡിയോ ആണ്. അതായത് NCTയുടെ ഭാഗത്തു നിന്നുള്ള NTA നടത്തുന്ന, അതായത് നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ITEP ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, അതായത് +2 ക്വാളിഫിക്കേഷനുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട B.Ed, അതായത് 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് B.Ed പ്രോഗ്രാമിൻ്റെ അപ്ലിക്കേഷൻ ഇനിയും ആരെങ്കിലും അപ്ലൈ ചെയ്യാത്തതുകൊണ്ട് അവരുടെ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, മാർച്ച് 16 വരെ സമയമുണ്ട്. ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു +2 ശേഷം വിദ്യാർത്ഥികൾക്ക് ഡിഗ്രിയും അതോടൊപ്പം തന്നെ B.Ed കൂടി ഈ 4 വർഷം കൊണ്ട് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് ITEP. ഇപ്പോഴും പല വിദ്യാർത്ഥികൾക്കും ITEPയുടെ പ്രത്യേകത, അതായത് B.Ed കോഴ്സിന് പ്രത്യേകത അറിയാത്തതിൻ്റെ പേരിൽ അപ്ലൈ ചെയ്യാത്തതുകൊണ്ട് എങ്ങനെ അപ്ലിക്കേഷൻ എങ്ങനെ കൊടുക്കണമെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ തന്നെ നമ്മുടെ ചാനൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ NCT, അതായത് ITEPയുടെ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ കൊടുക്കാമെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇനി ആപ്ലിക്കേഷൻ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ NTA ITEP 2025 എന്ന് ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. അതായത് +2 മാത്രമാണ് യോഗ്യത. +2 കഴിഞ്ഞാൽ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ടത് ഏകദേശം 64ഓളം യൂണിവേഴ്സിറ്റികൾ, അതായത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, അത് ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, NIT, IIT പോലെയുള്ള രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളാണ് ഈ ITEP കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലെ സാധാരണ യൂണിവേഴ്സിറ്റികൾ, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ ഈ ITEP പ്രോഗ്രാം ഓൾറെഡി വരും എന്നുള്ള കാര്യം നേരത്തെ തന്നെ NCTയുടെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റ് വന്നിരുന്നു. എന്നാൽ അതൊക്കെ എപ്പോഴാണ് വരിക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഫൈനലായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ 3 യൂണിവേഴ്സിറ്റികൾ, ഈ പറഞ്ഞ സെൻട്രൽ യൂണിവേഴ്സിറ്റി പരിധിയിലുള്ള 3 യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരവുമുണ്ട്. അതായത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ NIT കാലിക്കറ്റ്, അതേപോലെ തന്നെ സംസ്കൃത് യൂണിവേഴ്സിറ്റി ഗുരുവായൂർ, ഈ 3 യൂണിവേഴ്സിറ്റികളും ഈ പറഞ്ഞ സെൻട്രൽ യൂണിവേഴ്സിറ്റി പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ ഈ 3 യൂണിവേഴ്സിറ്റികളും BCom B.Ed, അതേപോലെ BA B.Ed, BSc B.Ed ഉൾപ്പെടെ 300 സീറ്റുകൾ, അതായത്
ഏകദേശം 300 സീറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ITEP ഇനിയും ആരെങ്കിലും കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും മാർച്ച് 16 നിങ്ങൾ കൊടുക്കുക. അപ്പോൾ B.Ed നിങ്ങളുടെ +2 മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട്, അല്ലാതെ ഈ ഒരു NCET എന്ന് പറയുന്ന കോമൺ എൻട്രൻസ് എക്സാമിനെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം അഡ്മിഷൻ ലഭിക്കുന്ന ഈ ഒരു സാധ്യത നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. ഇനി ഡിഗ്രി കഴിഞ്ഞവർ ഇനി എടുക്കണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വരാൻ പോകുന്ന 2 വർഷത്തെ B.Ed തന്നെ എടുത്താൽ മതി. കാരണം വീണ്ടും നിങ്ങൾ ഇതിലോട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡബിൾ ഡിഗ്രി ലഭിക്കും. ഇനി ഉദാഹരണം ഒരു വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം ഡബിൾ ഡിഗ്രി ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉദാഹരണത്തിന് BA ഇംഗ്ലീഷ് പഠിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ BCom B.Ed അല്ലെങ്കിൽ BSc B.Ed അങ്ങനെ അല്ലെങ്കിൽ BA B.Ed വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് മാറ്റിയെടുക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പഠിക്കാം. പക്ഷേ 4 വർഷം നിങ്ങൾ വീണ്ടും സ്പെൻഡ് ചെയ്യണം. അത്തരത്തിൽ ഡിഗ്രി അതേപോലെ PG കഴിഞ്ഞ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളിപ്പോൾ അഡ്മിഷൻ നിങ്ങൾ ഇതിൽ കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ നിങ്ങൾ വരുന്ന 2 വർഷത്തെ അല്ലെങ്കിൽ 1 ഇയർ B.Ed നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 1 ഇയർ B.Ed ഞാൻ നേരത്തെ പറഞ്ഞു ശ്രദ്ധിക്കുക. ഈ അക്കാഡമിക് ഇയർ വരുമെന്നുള്ള കാര്യത്തിൽ ഇതൊരു ഫൈനൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഇനി അതോടൊപ്പം തന്നെ B.Ed കോഴ്സുമായി ബന്ധപ്പെട്ട് സാന്ദർഭികമായി ഉണർത്താനുള്ള കാര്യം, മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ, കാരണം കഴിഞ്ഞ വർഷം ഉൾപ്പെടെ, അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ എബോവ് 90% തന്നെ നിങ്ങൾക്ക് ഡിഗ്രി PG സബ്ജക്റ്റുകൾക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് ഗവൺമെൻറ് എയ്ഡഡ് കോളേജ് മെറിറ്റിൽ നമുക്ക് സീറ്റ് ലഭിക്കുള്ളൂ. ഇനി സെൽഫ് ഫിനാൻസ് കോളേജ് അതിനേക്കാളും കുറച്ച് താഴെ മാർക്കിൽ ഉള്ളവർക്ക് ലഭിക്കും. പിന്നെ ഏകദേശം മാനേജ്മെൻറ്റ് സീറ്റിലൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ഓരോ മാനേജ്മെൻറ്റ് സീറ്റും ഒരു നിശ്ചിത ക്രൈറ്റീരിയ മാർക്കിൽ പറയും. അപ്പോൾ അത്തരത്തിൽ തീരെ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് മെറിറ്റിൽ അഡ്മിഷൻ സീറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത്തരത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, ഡിഗ്രി അല്ലെങ്കിൽ PG മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കേരള PSCയുടെ അംഗീകാരമുള്ള റെഗുലർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കൃത്യമായിട്ടുള്ള, അതായത് നിങ്ങൾ മനസ്സിലാക്കാൻ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഈക്വലൻസി കിട്ടിയാൽ മാത്രമാണ് നമുക്ക് PSC അപ്രൂവ് ആവുകയുള്ളൂ. അത്തരത്തിൽ കേരള PSC അംഗീകരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് B.Ed ചെയ്യാനുള്ള എല്ലാ അവസരമുണ്ട്. നമ്മുടെ കരിയർ വെൻ ഭാഗത്ത് നിന്ന് വർഷങ്ങളായി നടത്തി വരുന്ന ഈ ഒരു അഡ്മിഷൻ ഹെൽപ്പ് നിങ്ങൾക്ക് B.Ed അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനായിട്ട് നമ്മുടെ കരിയർ വെൻ്റെ വാട്സ്ആപ്പ് നമ്പർ എൻ്റെ പേഴ്സണൽ നമ്പറാണ്. അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ B.Ed അഡ്മിഷൻ ഡീറ്റെയിൽസ് നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ എഡ്യൂക്കേഷൻ കൗൺസിലിങ്ങിന് സ്വാഭാവികമായിട്ട് ഒരു ചെറിയ ഫീസ് ഓൾറെഡി ഉണ്ട്. ആ ഒരു ചെറിയൊരു ഫീസ് നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ B.Ed അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ മാർക്ക്, അതേപോലെ നിങ്ങൾക്ക് A to Z കാര്യങ്ങൾ, നിങ്ങളുടെ മാർക്ക്, നിങ്ങളുടെ അഡ്മിഷൻ സാധ്യത കേരളത്തിൽ കിട്ടുമോ, ഇനി അല്ലെങ്കിൽ കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെ കോഴ്സുകളാണ് അംഗീകാരമുള്ളത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഫീസ് അതായത് ചെറിയൊരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. ആ ഒരു ഫീസ് അടച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കുകയുള്ളൂ. കാരണം ഒരുപാട് കോളുകൾ വരുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എല്ലാ കോളുകളും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് രജിസ്ട്രേഷൻ നടത്തിയവർക്ക് മാത്രം ഈ ഒരു സർവീസ് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ B.Ed സംബന്ധമായിട്ടും അതേ മറ്റേത് കോഴ്സ് സംബന്ധമാണെങ്കിലും A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണെന്നുള്ളത് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട രണ്ടാമത്തെ കോഴ്സാണ്, അതായത് ഒന്നാമത്തെ കോഴ്സ് B.Ed കോഴ്സ് പറഞ്ഞു. +2 കാരാണെങ്കിൽ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ പരീക്ഷ എഴുതുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 16. ഇനി രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് GMAT എന്ന് പറയുന്നത്. അതായത് രാജ്യത്തെ പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IIM എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു IIM-ൽ പ്രധാനമായിട്ടും 2 IIM സ്ഥാപനങ്ങളായിട്ടുള്ള, അതായത് കാശ്മീർ അതേപോലെ ബോധ്ഗയ എന്നീ 2 IIM സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള കോമൺ എൻട്രൻസ് എക്സാം ആയിട്ടുള്ള GMAT, അതായത് ജോയിൻറ്റ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിംഗ് മാനേജ്മെൻറ്റ് അഡ്മിഷൻ ടെസ്റ്റ് 2025. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ GMAT JIPMAT 2025 എന്ന് അടിച്ചു കഴിഞ്ഞാൽ NTA-യുടെ അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെയാണ് ഇത് നടത്തുന്നത്. ഡയറക്റ്റ് വെബ്സൈറ്റിൽ കയറുവാനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നിലവിൽ മാർച്ച് 17 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ഉള്ളത്. ഇപ്പോൾ GMAT എന്ന് പറഞ്ഞാൽ അവിടെ പ്രധാനമായിട്ടും കൊമേഴ്സുകാർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത്. BBA MBA ഇൻ്റഗ്രേറ്റഡ്, അത് ഇൻ്റഗ്രേറ്റഡ് PG ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് BBAയും MBAയും കൂടി പഠിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള വളരെ പ്രധാനപ്പെട്ട കോഴ്സാണ് GMAT വഴി നിങ്ങൾക്ക് IIM ലഭിക്കുന്നത്. ഇനി വേണമെങ്കിൽ വിദ്യാർത്ഥികൾ മറ്റു സ്ട്രീമിലെ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ കൊമേഴ്സുകാരും മറ്റൊരു സ്ട്രീമുകാരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ GMAT നിങ്ങൾക്ക് ലഭിക്കുന്ന സ്കോറിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. GMAT-ലെ എൻട്രൻസ് എക്സാമിൻ്റെ സ്കോറിനെ ലഭിച്ചുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാശ്മീർ അല്ലെങ്കിൽ ബോധ്ഗയ, അതായത് ബീഹാറിലെ ഈ ഒരു IIM-ൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് കോഴ്സ് പൂർത്തിയാക്കുന്നതോടുകൂടി നിങ്ങൾക്ക് രാജ്യത്തെ അല്ലെങ്കിൽ പുറത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ രീതിയിൽ ചിന്തിക്കുക. അപ്പോൾ +2 കാരെ സംബന്ധിച്ചുള്ള ഇപ്പോൾ പരീക്ഷ ചെയ്യുന്നവരാണെങ്കിൽ, ഇനി ഓൾറെഡി കഴിഞ്ഞവരാണെങ്കിൽ GMAT 2025 ഇപ്പോൾ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ജസ്റ്റ് GMAT 2025 ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വെബ്സൈറ്റ് ഫസ്റ്റ് ലിങ്ക് തന്നെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ രജിസ്ട്രേഷൻ മാത്രമാണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം. നോർമലായിട്ടുള്ള ജനറൽ ഫീസ്, അത് OBC-കാരാണെങ്കിൽ 1000 രൂപ, ആ ഒരു നോർമൽ ഫീസ് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി GMAT-ൻ്റെ കാര്യത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം സാധ്യതകൾ ഒരുപാട് ഉണ്ടായിട്ട് അതൊന്നും മനസ്സിലാക്കാതെ വേറെ എവിടെയെങ്കിലും ഒരു ചെറിയൊരു സ്ഥാപനം
സ്ഥാപനത്തിലെ ഒരു കോഴ്സ് എന്നത് ചിന്ത മാറ്റി രാജ്യത്തെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ നിങ്ങൾ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത് ഏറ്റവും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്നുള്ള ജോലി അതേപോലെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ രീതിയിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചിന്തിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി മൂന്നാമതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സ് നേരത്തെ പറഞ്ഞു എക്സാമാണ് കുസാറ്റിൻ്റെ കേറ്റ് എക്സാം. നേരത്തെ തന്നെ കുസാറ്റ് ആപ്ലിക്കേഷൻ വിളിച്ചിരുന്നു. പലപ്പോഴും കുസാറ്റിൻ്റെ പ്രാധാന്യം പല രക്ഷിതാക്കൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുസാറ്റ് എന്ന് വെച്ചാൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അത് നമ്മുടെ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി അല്ലേ, അത് സാധാ യൂണിവേഴ്സിറ്റി അങ്ങനെയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്തെ തന്നെ എണ്ണപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി കുസാറ്റ്. അപ്പോൾ കുസാറ്റിൽ അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടത് നിങ്ങൾ +2 അല്ലെങ്കിൽ ഡിഗ്രീൻ്റെ മാർക്കല്ല, നിങ്ങൾ ഇത് എവിടെയും എൻട്രൻസ് എക്സാമാണ്. അത് കാറ്റ് എന്നുള്ള കോമൺ എൻട്രൻസ് എക്സാം തന്നെയാണ്. കാറ്റ് എക്സാമാണ് കുസാറ്റ് കാറ്റ് എക്സാം എന്നാണ് പറയുക. ഈ ഒരു എക്സാമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ഒട്ടുമിക്ക എല്ലാ എക്സാമുകളും വരുന്നത് +2കാരാണെങ്കിലും ഡിഗ്രിക്കാരനും പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഏപ്രിൽ ലാസ്റ്റോടു കൂടെയാണ് ഒട്ടുമിക്ക എല്ലാ എൻട്രൻസ് പരീക്ഷകളും വരുന്നത്. അപ്പോൾ കുസാറ്റിൻ്റെ കേറ്റ് എക്സാം നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അവിടെ നിങ്ങൾ മനസ്സിലാക്കുന്ന +2കാർക്കും അതുപോലെ ഡിഗ്രിക്കാർക്കും ധാരാളം കോഴ്സുകളാണ്. സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് വിചാരിച്ചിട്ട് പല വിദ്യാർത്ഥികളും അത് ബിടെക് മാത്രം അല്ലെങ്കിൽ എംടെക് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിലെ എന്നുള്ളൊരു ധാരണ ഉണ്ട്. അതല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് +2കാരെ സംബന്ധിച്ചിടത്തോളം സയൻസുകാരാണെങ്കിലും കൊമേഴ്സുകാരാണെങ്കിലും മാത്സ് എല്ലാ സ്ട്രീമിലുള്ളവർക്കും പഠിക്കാൻ സാധിക്കുന്ന വിവിധ കോഴ്സുകൾ. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ. 5 വർഷം കൊണ്ട് ഡിഗ്രിയും PGയും പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കോഴ്സുകൾ. അതേപോലെ BCom LLB കോഴ്സുകൾ, BA LLB കോഴ്സുകൾ, BSc LLB കോഴ്സുകൾ, അതേപോലെ PG ആണെങ്കിൽ ധാരാളം ഏകദേശം 20ൻ്റെ മുകളിൽ PG സബ്ജക്റ്റുകൾ, അതേപോലെ തന്നെ ബിടെക് എംടെക് ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകളാണ് കുസാറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. കുസാറ്റ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ കൊച്ചി യൂണിവേഴ്സിറ്റി ആണെങ്കിലും രാജ്യത്തിൻ്റെ പുറത്തുമുള്ള വിദ്യാർത്ഥികളാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അത്രയും ടോപ്പ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ കുസാറ്റ് ഇനിയും അപ്ലൈ ചെയ്തില്ലെങ്കിൽ കുസാറ്റ് കേറ്റ് 2025 ജസ്റ്റ് ഗൂഗിൾ അടിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലിങ്ക് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഹോം പേജിൽ കയറിയാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് നോർമൽ ആയിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കുസാറ്റ് 2025 ലൈവ് വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കാം, മാർച്ച് 23 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ നേരത്തെ മാർച്ച് 10 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്, അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, നിങ്ങൾക്ക് വേണ്ടി മാർച്ച് 23 വരെ കുസാറ്റ് ഈ ഒരു എക്സാമിന് കേറ്റ് 2025 ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുസാറ്റ് കേറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് കുസാറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ സാധ്യതകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ അപ്ലൈ ചെയ്യുക. കേവലം ജസ്റ്റ് പരീക്ഷ എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്ത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കരിയർ തീരുമാനിക്കാതെ ഇപ്പോൾ തന്നെ കൃത്യമായിട്ട്, കാരണം ഈ പറയുന്ന എല്ലാ കോഴ്സുകളും ജസ്റ്റ് നിങ്ങളുടെ +2 അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫൈഡ് ആയാൽ മാത്രം മതി. അപ്പോൾ ബാക്കി ഈ എൻട്രൻസ് എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അഡ്മിഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻട്രൻസ് എക്സാമിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം കൃത്യമായിട്ടൊന്ന് ചെറിയ രീതിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒട്ടുമിക്ക പരീക്ഷയുടെയും സിലബസ് നിങ്ങൾ പഠിച്ച +2 അല്ലെങ്കിൽ ഡിഗ്രി സിലബസ് തന്നെയാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല, അതും ശ്രദ്ധിക്കുക. അതായത് ഡിഗ്രി ലെവലാണെങ്കിൽ നിങ്ങൾ +2 പഠിച്ച സബ്ജക്റ്റുകൾ തന്നെയാണ് ഇതിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് വളരെ കൃത്യമായ രീതിയിൽ നിങ്ങൾ പരിശീലിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രാജ്യത്തെ എണ്ണപ്പെട്ട ഒരു കലാലയത്തിൽ തന്നെ ഏറ്റവും മികച്ച കോഴ്സ് നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കണം. അതിനൊക്കെ നിങ്ങൾ സാധിക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതേപോലെ തന്നെ ഇനി അങ്ങോട്ട് നമ്മുടെ ഈ ഒരു കരിയർ വേണ്ട ചാനൽ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ കരിയർ സംബന്ധമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഹെൽപ്പുമായി കൃത്യമായിട്ട് നിങ്ങൾ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനും ബെല്ലൈക്കനെ എനാബിൾ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എനാബിൾ ചെയ്ത് കൊടുക്കുവാനും പരമാവധി ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതോടൊപ്പം തന്നെ ഒരു കാര്യം ലാസ്റ്റ് ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള കരിയർ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞത് എൻ്റെ ഈ ഒരു പേഴ്സണൽ നമ്പർ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഏത് കോഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ലഭിച്ച മാർക്കും നിങ്ങളുടെ പഠന താല്പര്യം, നിങ്ങൾക്ക് ഏത് മേഖലയാണ് ഒക്കെ നിങ്ങൾക്കുള്ള ഡൗട്ട് ക്ലിയറൻസ് നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങൾ വിളിച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും. ആ ഒരു സർവീസ് നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ നമ്പർ തന്നെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. അതുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.